ചൊവ്വാഴ്ച രാത്രിയോടെയാണ് കുറ്റിപ്പുറം ചെങ്ങണക്കടവിന്റെ 3 സ്ഥലങ്ങളിലായി വലിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായത്. ഏകദേശം 20 മീറ്ററോളം വീതിയിലാണ് കരഭാഗം പുഴയിലേക്ക് ഒലിച്ചുപോയത്. ഇതോടെ തീരത്തുണ്ടായിരുന്ന കാർഷിക വിളകൾ, മോട്ടോർ ഷെഡുകൾ, വൈദ്യുതി തൂണുകൾ എന്നിവയെല്ലാം പുഴയിലേക്ക് പതിച്ചു. വലിയ സാമ്പത്തിക നഷ്ടമാണ് പ്രദേശവാസികൾക്ക് ഉണ്ടായിരിക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് വെറും 10 മുതൽ 20 മീറ്റർ മാത്രം ദൂരപരിധിയിലാണ് പല വീടുകളുമുള്ളത്. മഴ ശക്തമായാൽ ഇനിയും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കുഭാഗത്തെ റെയിൽപാത കടന്നു പോകുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്തുകൂടിയാണ്. പുഴ വളഞ്ഞൊഴുകുന്ന ഈ ഭാഗത്ത് വെള്ളത്തിന്റെ കുത്തൊഴുക്ക് ശക്തമാണ്. ഇതിനു പുറമെ ട്രെയിനുകൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ കുലുക്കവും മണ്ണിടിച്ചിലിന്റെ ആക്കം കൂട്ടുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും ജില്ലാ കളക്ടർക്കും അടിയന്തര പരാതി നൽകിയിട്ടുണ്ട്. കോരാത്ത് മേലേതിൽ ആദംകുട്ടി, മുഹമ്മദ് കുട്ടി, ഖദീജ കൊളത്തോൾ, കുന്നീതു, കുഞ്ഞിപ്പാത്തുട്ടി, നബീസ, വരിക്കപ്പുലാക്കൽ മുഹമ്മദ്, കല്യാണി എന്നിവരുടെ ഉടമസ്ഥയിലുള്ള സ്ഥലങ്ങളാണ് പുഴയെടുത്തത്. ദുരന്തബാധിത പ്രദേശം ജലസേചന വകുപ്പ് AE റജീന, ഓവർസിയർമാരായ ഷൌക്കത്ത് അലി, ഫാത്തിമ റിൻഷ, വാർഡംഗം ആബിദ് വരിക്കപ്പുലാക്കൽ എന്നിവർ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. മണ്ണിടിച്ചിലിന് അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം കാണാൻ സർക്കാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം. Is